ഇപ്പം ഞാനും സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഞാനും ഒരുപാട് കാര്യം ഈ കോളേജിലൊക്കെ പഠിക്കുന്ന ഈ BSc പഠിക്കുന്ന പിള്ളേരുടെയൊക്കെ പ്രായം നമുക്കുണ്ടെങ്കിലും നമുക്ക് ഈ റാഗിങ് എന്നുള്ള പേരൊന്നും അറിയില്ല. അന്ന് റാഗിങ് എന്നുള്ള പേര് പഠിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ IAS കിട്ടിയിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ സ്കൂളിൽ ഞങ്ങളും ചെയ്യാറുണ്ട്. അത് ഞങ്ങളുടെ ഒരു പരിഷ്കാരത്തിൽ അതിൻ്റെ പേരറിയില്ലെങ്കിലും നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോടും ചിലപ്പോഴൊക്കെ ഇതുപോലെ നാളെ വരുമ്പോൾ അങ്ങനെ ചെയ്യണം, ക്ലാസ് വളർത്തുകൊണ്ട് പാടാം എന്നൊക്കെ നമ്മൾ പറയും. അതുപോലെ ഈ മാഷുമാർ, പുതിയ ടീച്ചർമാർ, അവരൊക്കെ ഈ B.Ed പാസ്സായി കഴിഞ്ഞിട്ട് അവർ ആദ്യമായിട്ട് വരുമ്പോൾ അവരുടെ ഒരു മിടുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ടീച്ചേഴ്സ് റൂമിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം അവർക്ക് ആ ക്ലാസ്സിലെ ചില കുട്ടികളെ പറ്റിയുള്ള വിവരങ്ങൾ അവർക്ക് കിട്ടും. അപ്പോൾ അവർ ആ പിള്ളേരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വലിയ വരവായിരിക്കും അവരുടെ വരവ്. ആ വരുമ്പോഴൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ മാഷുമാരോ പുതിയ ടീച്ചർമാരോ വരുമ്പോൾ ഇവരെ ഒന്ന് നിലയ്ക്ക് നിർത്തേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ അതിന് നമ്മൾ 2-3-4 പേരുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടീച്ചറോ മാഷോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഒന്ന് നിലയ്ക്ക് നിർത്താനുള്ള ഒരു പദ്ധതി നമ്മളുണ്ടാക്കാറുണ്ട്. ചില മാഷന്മാർ ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഉള്ള ആരോഗ്യത്തിനേക്കാളും കൂടുതൽ ആരോഗ്യമുണ്ടെന്നൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് ഓൾ സ്റ്റാൻഡപ്പ്, സിറ്റ് ഡൗൺ, ഓൾ സ്റ്റാൻഡപ്പ്, സിറ്റ് ഡൗൺ, അങ്ങനെ ഒരു 10-25 പ്രാവശ്യം. അപ്പോൾ ഇയാൾ മാത്സ് എടുക്കാൻ വന്ന ആൾ മാത്സ് എടുക്കാനാണോ വന്നത് അതോ ഡ്രില്ല് എടുക്കാനാണോ? മാത്രമല്ല നമുക്ക് ഇയാൾ ഈ സ്റ്റാൻഡപ്പ് അല്ലെങ്കിൽ സിറ്റ് ഡൗൺ എന്ന് പെട്ടെന്ന് പറയുമ്പോൾ അങ്ങനെ ചാടി എനിക്കാനോ ഇരിക്കാനോ പറ്റില്ല. കാരണം അത്യാവശ്യം നമുക്ക് നല്ല പ്രായമുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പറയും ഓൾ സിറ്റ് ഡൗൺ. അതിനുശേഷം പറയും നമുക്ക് തമ്മിൽ പരിചയപ്പെടാം. എൻ്റെ പേര് പ്രകാശ്. ഞാൻ ഈ കഴിഞ്ഞ കൊല്ലമാണ് ഈ B.Ed കോളേജിൽ നിന്ന് വന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോലെ തന്നെ ബെഞ്ചിലിരുന്ന് ഒക്കെ പഠിച്ചു വന്നവനാണ്. അപ്പോൾ അത് വേറെ നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചു മാത്രമേ. എൻ്റെ വീട് ഇവിടെ പെരിഞ്ഞനം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് കഴിഞ്ഞിങ്ങനെ പിള്ളേരൊക്കെ ഇങ്ങനെ നോക്കിയതിന് ശേഷം ആരോടോ ഇന്നസെൻറ്റ്. ഞാൻ പതുക്കെ ഒന്നനങ്ങി, എഴുന്നേറ്റ് വെക്കണം. ഞാൻ എഴുന്നേറ്റ് വന്നു. വേഷം കെട്ട് വേണ്ട കേട്ടോ. അപ്പം എൻ്റെ ഉള്ളിലുള്ളത് അത് തന്നെയാണ്. പക്ഷേ വേഷം കെട്ട് എൻ്റെ അടുക്ക വേണ്ട എന്നാണ്. പക്ഷെ എനിക്കത് പറയാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് നമ്മളതങ്ങോട്ട് സമ്മതിക്കും. വേഷം കെട്ട് വേണ്ട. അപ്പം നമ്മുടെ ഒരു കാര്യം വെച്ചാൽ നമ്മളൊരു തെറ്റും നമ്മൾ ചെയ്തിട്ട് നമ്മൾ ആകെ പഠിക്കില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മൾ കൃത്യമായിട്ട് സ്കൂളിലേക്ക് വരും, ക്ലാസ്സിൽ അവിടെ ഒരു ഭാഗത്തിരിക്കും, അത്യാവശ്യത്തിന് ഉറങ്ങും, ഇതൊക്കെ ചെയ്യും. അപ്പോൾ വേഷം കെട്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ആ മാഷ് അദ്ദേഹത്തിൻ്റെ ആ എന്താ പറയുക കലാവിരുദ്ധം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അദ്ദേഹം അവസാനം നമ്മളൊരു നോട്ടൊക്കെ നോക്കിയിട്ട് അങ്ങൊരു പോകും. അപ്പോൾ ഇതുപോലെ തന്നെ വേറൊരു പീരീഡിൽ ഒരു ടീച്ചർ വന്നു. ടീച്ചർ കാണാൻ തിരക്കേടില്ല എന്നല്ല, അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ടീച്ചർ. അപ്പോൾ ഈ നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ ഒരിക്കലും ടീച്ചറുടെ ഭംഗി നോക്കാറില്ല. കാരണം അവരൊക്കെ വളരെ ചെറിയ കുട്ടികളാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏകദേശം കല്യാണം കഴിക്കാൻ പ്രായമായ നിലയ്ക്ക് നമ്മൾ ഈ ടീച്ചറെ കുറച്ച് നേരമൊക്കെ നോക്കി നിൽക്കും. അവരുടെ കുറുനീരകളൊക്കെ നോക്കി അവർ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ ആ ചലനങ്ങൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമ്മളത് നോക്കി സന്തോഷിച്ച് ഇനി ആ ടീച്ചറോട് ഇത്തിരി ഇഷ്ടമുണ്ടെങ്കിൽ അവർ പഠിപ്പിക്കുന്ന വിഷയവും നമ്മൾ പഠിക്കും. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ടീച്ചർ നമ്മുടെ ക്ലാസ്സിൽ വന്നു. ആ ടീച്ചർ സരസ്വതി എന്നാണ് ടീച്ചറുടെ പേര്. നമ്മൾ വേറൊരു നിലയ്ക്ക് എന്താ പറയുക, ഒരു കുറ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമല്ല. എന്നാലും ഒരു രസത്തിന് ടീച്ചർ അങ്ങനെ നോക്കിയിരിക്കും. തൊട്ടടുത്തിരുന്ന കുട്ടിയോട് ആ ടീച്ചറുടെ ഭംഗിയെപ്പറ്റി പറയും. എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞൊരു ചെറിയ പ്രശ്നം ഉണ്ടായി ക്ലാസ്സിൽ. അത് ടീച്ചർ ഈ പറഞ്ഞതുപോലെ ടീച്ചറുടെ കയ്യിൽ നിന്ന് വിട്ട് അത് കുറച്ച് അപ്പുറത്തേക്ക് പോയി. അതിൻ്റെ പേരിൽ കുറച്ച് പ്രശ്നങ്ങൾ ക്ലാസ്സിൽ ഉണ്ടായി. ഇതൊന്നും മനഃപൂർവ്വമല്ല, ഒരു നേരം പോക്കിന് ചെയ്തു എന്നുള്ളൂ. എല്ലാരും അകത്ത് വരൂ. കം ആൻഡ് സിറ്റ് ഇൻ യുവർ പ്ലേസസ്. ഓൾ സ്റ്റാൻഡ് അപ്പ്. ഞാൻ നിങ്ങളുടെ പുതിയ ടീച്ചറാണ്. പേര് സരസ്വതി. നിങ്ങൾക്ക് എന്നെ സരസ്വതി ടീച്ചർ എന്ന് വിളിക്കാം. എൻ്റെ വിഷയം സോഷ്യൽ സ്റ്റഡീസ് ആണ്. സിറ്റ് ഡൗൺ പറഞ്ഞിട്ട് മതിട്ടാ, കൂടുതൽ പരിചയപ്പെടലേ. സിറ്റ് ഡൗൺ. അശോകൻ. പ്രസന്റ് ടീച്ചർ. ആന്റണി. പ്രസന്റ് ടീച്ചർ.
അപ്പുക്കുട്ടൻ, പ്രസന്റ് ടീച്ചർ. അൻവർ ഷേഖ്, ടീച്ചർ ടീച്ചർ ചോദിച്ചാൽ എന്താ പറയണ്ടേ? കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറയേ. കാത്തു സൂക്ഷിക്കുന്നു. കാത്തു സൂക്ഷിക്കുന്നോ? എന്ത്? വെറുതെ കാത്തു സൂക്ഷിക്കുന്നു. താൻ എന്താ കാത്തു സൂക്ഷിക്കുന്നതെന്നാ ചോദിച്ചത്. കിടന്നുറങ്ങാനാണെങ്കിൽ വീട്ടിൽ സ്ഥലമില്ലേ? വെറുതെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്ന എന്തിനാ? സ്കൂളില്ലാത്തപ്പോ വീട്ടിലിരുന്ന് ഉറങ്ങുമ്പോ വാപ്പമ്മ ഇത് തന്നെ ചോദിക്കണേ. യു സ്റ്റാൻഡപ്പ്. താൻ തന്നെ ഇരുവശം നോക്കി നേരം കളയാണ്ട് എഴുന്നേറ്റ്. എന്താ തന്റെ പേര്? ഇന്നസെന്റ്. ഇന്നസെന്റോ? അതെ, ഇന്നസെന്റ്. അവന്റെ പേര് ശരിക്കും അങ്ങനെ ടീച്ചറെ? ഇവന്റെ പേര് ബെർക്ലീന്നാ. അതൊരു സിഗരറ്റിന്റെ പേരല്ലേ? ഇവന്റെ പേരും അതാ. അതില് പിന്നെ എനക്കേടില്ലാന്ന് പറയാം, കണ്ടാലും തോന്നും. പക്ഷെ തന്റെ കാര്യം കുറച്ച് അക്രമാ. ആരാ തനിക്ക് പേരിട്ടത്? തെക്കേത്തലോ അറിയത്. അതാരത്? എന്റെ അപ്പൻ. അങ്ങേരെ ഏതായാലും സമ്മതിക്കണം. ഇത്രയും കള്ളലക്ഷണമുള്ള തന്റെ മുഖത്ത് നോക്കി ഇന്നസെന്റ് എന്നൊരു പേര്. ഹോ, അങ്ങനെങ്കിലും ആരെങ്കിലും ഇവൻ അങ്ങനെ വിളിക്കട്ടെ എന്ന് കരുതിയിട്ടാവും. അല്ല, എന്തിനാ എന്നെ എഴുന്നേപ്പിച്ച് നിർത്തിയെന്ന് പറഞ്ഞില്ല? താനല്ലേ ഇവനെ നുള്ളി എഴുന്നേൽപ്പിച്ചത് പറയിപ്പിച്ചത്? ഏത്? കാത്തു സൂക്ഷിക്കുന്നു. ഏയ്, ഞാനല്ല. ഉരുണ്ട് കളിക്കണ്ട, മര്യാദയ്ക്ക് പറഞ്ഞു. എന്തുദ്ദേശിച്ച താനിത് പറയിപ്പിച്ചത്? എനിക്കറിയില്ല ടീച്ചർ. പറയുന്നതാണ് നല്ലത്. എന്തുദ്ദേശിച്ചിട്ടാണെന്ന്. ഞാനിവനോടൊന്നും പറഞ്ഞില്ല. ടീച്ചറെ ഇവിടെ നോക്കുമ്പോ നല്ല ഭംഗി. എത്ര നന്നായിട്ടാ ടീച്ചർ സൗന്ദര്യം കാത്തു സൂക്ഷിക്കണേന്ന് മനസ്സിൽ പറഞ്ഞത് അറിയാണ്ട് പുറത്തു വന്ന് ഇവൻ കേട്ടാണോന്നറിയില്ല. പേര് രക്ഷപ്പെട്ടു. എന്താ ടീച്ചറെ? എന്താ 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 പറ്റിയ? എന്തുണ്ടായേ? എന്താ പറ്റി? ആ, എന്താ പക്ഷെ എന്താന്നറിയില്ല.